നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തീ കൊളുത്തിയത് അമേരിക്ക, ഇസ്രയേൽ. ആളിക്കത്തിക്കുന്നത് ഇറാൻ. പശ്ചിമേഷ്യയിലെ ഈ തീപ്പൊരി ചിതറുന്നത് ഗൾഫിൽ. ഒരു വശത്ത് അമേരിക്ക, ഇസ്രയേൽ സൈനിക നീക്കങ്ങൾ, മറുവശത്ത് ഇറാന്റെ മിസൈൽ ശക്തി പ്രകടനം. ഭീഷണിയും പ്രതികാരവും തമ്മിൽ വാക്കുകൾക്കപ്പുറം നീങ്ങുന്ന അവസ്ഥ. ആക്രമിച്ചാൽ തിരിച്ചടി എന്ന് ഇറാൻ തുറന്നു പറയുമ്പോൾ അത് പ്രതിരോധമാണോ? രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണോ? സമാധാനത്തിനുള്ള വഴിയുണ്ടോ എന്ന ചോദ്യമുയരുകയാണ്. ഖമനേയിക്ക് പകരം നെതന്യാഹു. ചോരയ്ക്ക് ചോര തേടുകയാണ് ഇറാൻ. ഖമനേയുടെ പിന്മുറക്കാരെയും അവശേഷിപ്പിക്കില്ലെന്ന വാശിയിൽ ഇസ്രയേൽ, അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന് സൈനിക നീക്കങ്ങൾ ശക്തമാകുമ്പോൾ ലോകത്തിന്റെ എണ്ണ ഹൃദയം തന്നെ ഭീഷണിയിലല്ലേ? അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ സജ്ജം. ഒരു തെറ്റായ നീക്കം മതിയാകും ആഗോള സാമ്പത്തിക വ്യവസ്ഥ തന്നെ കുലുങ്ങാൻ. ഇത് വെറും ശക്തി പ്രകടനമാണോ, അതോ ഗൾഫ് മേഖലയെ യുദ്ധഭൂമിയാക്കാനുള്ള മുന്നൊരുക്കമോ? തീപ്പൊരി ചിതറുമ്പോൾ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങൾ. ലോകമൊട്ടാകെയാണോ ഇതിനുത്തരവാദികൾ? ഇന്നത്തെ കനത്ത ചർച്ച ഗൾഫ് യുദ്ധത്തിന്റെ വക്കിലാണോ പശ്ചിമേഷ്യ, അതോ ഇത് ഭീഷണികളുടെ രാഷ്ട്രീയം മാത്രമോ? ഇറാൻ കീഴടങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം കൂട്ടുകയാണ് ചെയ്യുന്നത് ഇറാൻ. അതേസമയം ഇറാനിലെ ഖമനേനിയുടെ പിന്മുറക്കാരനെയും കൊന്നൊടുക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ, അമേരിക്ക ചെയ്യുന്നത്. അതേസമയത്ത് തന്നെ യൂറോപ്പിലേക്ക് പോലും ആക്രമണം നീട്ടിയിരിക്കുകയാണ് ഇറാൻ. സൈപ്രസിൽ ബ്രിട്ടന്റെ വ്യോമത്താവളം ആക്രമിച്ചത് ഇതിനൊരു ഉദാഹരണമാണ്. അതായത് അമേരിക്കയ്ക്ക് സഹായം നൽകുന്നവർ എവിടെയൊക്കെയോ അവിടെയൊക്കെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ മേഖലകൾ ഭീഷണിയിലാണ് എന്നതാണ് ഏറ്റവും കനത്ത ചോദ്യമായി ഉയരുന്നത്. ഇറാനെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? ഇസ്രയേലും അമേരിക്കയും പിന്മാറാൻ തയ്യാറല്ല. ആണവ കേന്ദ്രത്തിന് നേരെ പോലും, ഇറാനിലെ ആണവ കേന്ദ്രത്തിന് നേരെ പോലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആണവ വികിരണത്തിന്റെ ഭീഷണി പോലും ഉണ്ടാകുമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്താണ് വരും മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നത്? ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ രഘുനാഥ് ചൈതന്യ, ശ്രീ MP ഫവാസ്, ശ്രീ സ്റ്റീഫൻ ഇസ്രായേലിൽ നിന്ന്, ശ്രീ ധനേഷ് മുരളി ബഹ്റിനിൽ നിന്ന്, സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. ഡോക്ടർ ജി ഗോപകുമാർ, താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇറാൻ കീഴടങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇറാന് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ശക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇറാൻ അങ്ങനെ കീഴടങ്ങാൻ സാധ്യത പെട്ടെന്ന് കാണുന്ന ഒരവസരവുമില്ല. കാരണം ഈ ചരിത്രവും ഈ പശ്ചാത്തലവും ഈ സംഘർഷഭൂമിയും ഈ ചുറ്റുപാടുമെല്ലാം വന്നിട്ട് എത്രയോ കാലമായി. അതുകൊണ്ട് തന്നെ ഇറാൻ അതനുസരിച്ചുള്ള തയ്യാറെടുപ്പിലാണ് നിന്നതും ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും. നമുക്കറിയാം, അവരുടെ കരാറും ഉടമ്പടിയൊക്കെ പ്രകാരം യുദ്ധത്തിനുള്ള സാഹചര്യം ഒഴിവാക്കപ്പെടുമെന്നൊരു പക്ഷേ ഖമേനിയൊക്കെ പ്രതീക്ഷിച്ച് കാണാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഓഫീസിൽ വന്നതും ആ സമയത്ത് തന്നെ വധിക്കപ്പെട്ടതും. അപ്പോൾ ഈ പ്രതിപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇറാനിന് തീർച്ചയായിട്ടും ശക്തമായി തിരിച്ചടിക്കാൻ കഴിയുന്ന മേഖലയിലൊക്കെ ചെയ്യും. പക്ഷേ അത് വഴി ഇറാൻ മറ്റ് രാജ്യങ്ങളുടെ ശത്രുത കൂടി സമ്പാദിക്കുന്നു എന്നുള്ളൊരു സത്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച സൈപ്രസിൻ്റെ കാര്യം പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അമേരിക്കയുടെ നാവിക ക്യാമ്പുകളിലേക്കാണ് വിടുന്നെങ്കിൽ പോലും ബലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങളെ ആക്രമിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡെസ്പറേറ്റ് അറ്റംപ്റ്റാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒമാൻ തീരത്ത് പോലും ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒമാനുമായി സൗഹൃദത്തിലായിരുന്നു ഇറാൻ. അതുമാത്രമല്ല, മധ്യസ്ഥത വഹിക്കുന്നതിന് ഒമാൻ തയ്യാറായിരുന്നു. 2 വട്ടം ജനീവയിൽ ചർച്ച നടന്നു, ഒരു തവണ മസ്കറ്റിൽ ചർച്ച നടന്നു, വിയന്നയിൽ ചർച്ച നടക്കാനിരിക്കെയുള്ള ഒരു ആക്രമണം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഒമാന് നേരെ പോലും ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കം നടത്തുന്നു എന്നാണല്ലോ. അതെ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു 4 ദിവസം മുമ്പാണ് ഒമാനിലെ മന്ത്രിയൊക്കെ സമാധാനമുണ്ടാകുമെന്നും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജനീവ കരാർ വിജയിക്കുമെന്നും പ്രതീക്ഷിച്ചത്. ആ ഒമാനെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ്, സൗദി അറേബ്യയെ ആക്രമിക്കുകയാണ്, UAE ആക്രമിക്കുകയാണ്, മറ്റ് രാജ്യങ്ങളെല്ലാം ആക്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ആത്മഹത്യാപരമായ നടപടിയാണ് ചെയ്യുന്നത്. ചരിത്ര പശ്ചാത്തലം എന്തൊക്കെയാണെങ്കിലും ഇറാന് വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലെത്തി. അമേരിക്ക മറുവശത്ത് ഇസ്രയേലും കൂടി ശ്രമിക്കുന്നത് അവിടെ റെഷീം ചേഞ്ചിനാണ്, ഭരണമാറ്റത്തിനാണ്. ഭരണമാറ്റമുണ്ടായാൽ മാത്രമേ
അതിൽ നിന്നും പിൻവാങ്ങാൻ അമേരിക്ക താല്പര്യം കാണിക്കുകയുള്ളൂ. അത് പെട്ടെന്ന് നടക്കാനിടയില്ല എന്നാണ് കിട്ടുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഈ സംഘട്ടനം, യുദ്ധം തുടരും. ഈ മേഖല, ഗൾഫ് മേഖലയിൽ തന്നെ യുദ്ധം നിൽക്കുമോ എന്ന് പോലും നമുക്ക് ഭയപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അത് ചർച്ച കൂടുതൽ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ശരി. ശ്രീ എം പി ഫവാസ്, താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇപ്പോൾ ഇറാൻ സ്വയം കൃതാനർത്ഥം ചെയ്യുന്നു, ആത്മഹത്യാപരമാണ് ഇറാന്റെ ഈ നീക്കങ്ങൾ. ശത്രുവിനെ നേരിടുന്നതിന് വേണ്ടി സൗഹാർദ്ദത്തിന്റെ കൈകൾ നീട്ടുന്നവരെ പോലും ഇറാൻ ഇപ്പോൾ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് ഒമാനിൽ പോലും ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നുണ്ട് നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിച്ചുവെന്ന്. നെതന്യാഹു എവിടെയെന്നുള്ള ചോദ്യം ലോകത്താകമാനം ഉയർന്നിട്ടുമുണ്ട്. പക്ഷേ ഇതൊരു അവകാശവാദം മാത്രമായിരിക്കില്ലേ? ഇറാൻ അത്ര കണ്ട് ശക്തിയുണ്ടോ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തെ നേരിടുവാൻ? കേൾക്കാമോ? കേൾക്കാം ഫവാസ്. ഓക്കെ. ഇപ്പൊ അവസാനം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ബെഞ്ചമിൻ നെതന്യാഹു ജർമ്മനിയിലേക്ക് കടന്നു, അതല്ല ഇറ്റലിയിലാണ് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ കൂടി സോവർണിറ്റി ബ്രീച്ച് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഒരു നടപടിക്ക് ഈ സമയത്ത് ഇറാൻ മുതിരും എന്ന് കരുതാൻ നിർവാഹമില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പിന്നിലുള്ള ഒരു ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ജൂണിൽ നടന്നിട്ടുള്ള 12 ഡേ വാറിന്റെ സമയത്ത് തന്നെ അമേരിക്കയുടെ US ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ആണവ ശക്തി നശിപ്പിച്ചിട്ടുണ്ട് എന്നതായിരുന്നു US ഇന്റലിജൻസിന്റെ കഴിഞ്ഞ ജൂണിൽ നടന്ന പാക്ട് പ്രകാരമുള്ള കണക്കുകൂട്ടൽ, അതല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് പിന്നെ US എൻവോയ് ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ക്ലെയിം ചെയ്യുന്നത് ഇറാൻ ഈസ് ജസ്റ്റ് വൺ വീക്ക് അവേ ഫ്രം ദിസ് ബോംബ് ബിൽഡിംഗ് എന്നുള്ളത്. അതായത് ന്യൂക്ലിയർ ബോംബ് ബിൽഡ് ചെയ്യുന്നതിൽ നിന്ന് ജസ്റ്റ് ഒരു 1 വീക്ക് അകലെയാണെന്ന് കഴിഞ്ഞ വീക്ക് പറയാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നത്, ഇറാൻ കഴിഞ്ഞ ജൂണിൽ നടന്ന തിരിച്ചടിക്ക് ശേഷം, പ്രത്യേകിച്ചും ഇറാന്റെ വളരെ സീനിയറായ ആണവ ശാസ്ത്രജ്ഞരായ ഒരുപാട് ആളുകൾ, ഇപ്പൊ മുഹ്സിൻ ഫഖ്രിസാദെ അടക്കമുള്ള ഇറാന്റെ ഏറ്റവും ന്യൂക്ലിയർ സ്പെഷ്യലിസ്റ്റുകളെ മുൻപേ അമേരിക്കയും ഇസ്രായേലും ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള സയന്റിസ്റ്റുകളൊക്കെ നിരനിരയായി കൊന്നൊടുക്കിയതിന് ശേഷം ഒരിക്കലും ഇറാന് തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഫോക്കസ് ചെയ്യാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ, ഈവൻ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മധ്യസ്ഥ ശ്രമത്തിനിടെ ഒമാനി വിദേശകാര്യ മന്ത്രി ഇതിൽ നെഗോഷിയേഷന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന മിസ്റ്റർ ബദർ ബിൻ ഹമ്മാദ് എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ വാർ അവസാനിപ്പിക്കുന്നതിനാവശ്യമായി പൂർണ്ണമായും നിരായുധീകരണത്തിന് ഇറാൻ സജ്ജമായിരുന്നു എന്നത് മീഡിയേറ്റേഴ്സിനെ ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും ഒരു ബ്രേക്ക് ത്രൂ നൽകാൻ ഈ ഒരു സാഹചര്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് കൃത്യമായും വിരൽ ചൂണ്ടുന്നത് ഇറാനിൽ ഒരു റെജീം ചേഞ്ച് നടക്കാതെ ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും പിൻവാങ്ങില്ല എന്നത് കൂടിയാണ്. അതുമാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് തങ്ങളുടെ ഏറ്റവും പരമോന്നത നേതാവിനെയാണ് US ഇസ്രായേൽ അതിക്രമിച്ചിട്ടുള്ളത്. അപ്പോ എന്ത് കണ്ടും വളരെ എക്സിസ്റ്റൻഷ്യൽ ആയ ഒരു ത്രെട്ടിലേക്കാണ് ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്സ് ആണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലനിൽപ്പിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ചുറ്റുമുള്ള, പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളുടെ മേൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളെയാണ്, അല്ലെങ്കിൽ US ബേസസിനെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്ന സമയത്ത് പോലും തീർച്ചയായും അവരുടെ പരമാധികാരം ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇറാൻ പോകുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഇറാൻ എടുക്കുന്നത് തന്നെ അറബ് രാജ്യങ്ങളെ കൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എങ്ങനെയും ഒരു വെടിനിർത്തലിലേക്ക് എത്തുക എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ടാണ്. ശരി, ഇപ്പോൾ ധനേഷ് മുരളി ചേരുന്നുണ്ട്. അദ്ദേഹം, ധനേഷ് ബഹ്റൈനിലല്ലേ ഉള്ളത്? അതെ. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? എങ്ങനെയാണ് ഇന്ന്? ആദ്യത്തെ ദിവസത്തെ ആ സമാന സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? ഇന്നത്തെ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളിത് ബഹറിലുള്ള മലയാളികളായാലും അല്ലെങ്കിൽ ബഹറിനി കമ്മ്യൂണിറ്റി ആയാലും മറ്റു രാജ്യക്കാരൊക്കെ ആണെങ്കിൽ തന്നെയും അവര് ജീവിതത്തിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അല്പം പരിഭ്രാന്തി വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഈ 2 ദിവസങ്ങൾ കൊണ്ട് ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അത് നമ്മൾ ഡൈജസ്റ്റ് ആയിരിക്കുകയാണ് ആളുകൾ. അപ്പൊ അത് പിന്നെ ഗവൺമെന്റ് തരുന്ന വലിയൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ അവരവരുടെ സ്പേസിൽ ഒതുങ്ങി ജീവിച്ച് മുമ്പോട്ട് പോകണം. ഒരു കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു പ്രിക്കോഷൻ എടുത്ത് ശരിക്കും ആ ഒരു ലെവലിലേക്ക് ഇവിടുത്തെ സമൂഹം മാറിയിട്ടുണ്ട്.
പക്ഷെ നിർഭാഗ്യവശാൽ അക്രമങ്ങൾ കുറയുന്നില്ല എന്നുള്ളതാണ്. മിസൈലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ കൂടി പല സ്ഥലങ്ങളിലും മിസൈൽ പതിക്കുകയും ഈവൻ ബഹറിൽ ഒരു മരണം വരെ, ഒരു ഏഷ്യൻ പൗരന്റെ മരണം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ബഹറിലെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അല്ലേ? അങ്ങനെയില്ല. നമുക്ക് അവശ്യ സാധനങ്ങൾക്കൊക്കെ പുറത്തു പോകാം. ഇപ്പം എമർജൻസി സർവീസുകളുണ്ട്, അത് നമുക്ക് നിർത്തിവെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ബാക്കി പല ജോലികളിലും നിർത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ റോഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആളുകളുണ്ട്, റോഡിൽ ഇപ്പോഴും ആളുകളുണ്ട്. പക്ഷെ നമുക്ക് അലേർട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ മുമ്പിലുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു ഈ ആദ്യത്തെ ദിവസം താങ്കൾ പറഞ്ഞു ആദ്യത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ പക്ഷേ സർക്കാർ കൃത്യമായിട്ട് ഇടപെടും. ഈ പറയുന്ന മിസൈലുകൾ എത്ര വന്നാലും അതിനെ നിർവീര്യമാക്കുവാനുള്ള സംവിധാനമുണ്ട്. ആ ഒരു ആത്മവിശ്വാസമാണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും. അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടല്ലോ, നമുക്കൊക്കെ ഒരു കോൺഫിഡൻസ് ലഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ആദ്യമായിട്ട് ഇതിനെ ഫേസ് ചെയ്യാണല്ലോ. പ്രത്യേകിച്ച് മലയാളികളൊക്കെ പറയാൻ നമ്മൾ ഈ യുദ്ധത്തിനെ കാണാത്ത ഒരു ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ വളരെ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള ബെഹർ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയുടെ പകുതി മാത്രമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് എവിടെ മിസൈൽ പതിച്ചാലും ചുറ്റുമുള്ള ഒരു 5-6 കിലോമീറ്ററിൽ ഷേക്ക് ഉണ്ടാവുകയും അവിടെ വൈബ്രേഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. പലരും പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ഒരു 2-3 ദിവസം കൊണ്ട് ഡേഞ്ചറസ് സ്ഥലങ്ങളിൽ നിന്ന് മലയാളി സമൂഹം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലേക്കും മാറി താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മൾ ഡൈജസ്റ്റ് ആയി അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓഫീസുകളൊക്കെ ഈ പഴയതുപോലെ ഇല്ലെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? വർക്ക് അറ്റ് ഹോം അങ്ങനെയുള്ള കാര്യങ്ങളെ പോകുന്നുണ്ടോ അല്ലേ? ചില സെക്ടറുകൾ മാത്രം വർക്ക് അറ്റ് ഹോം, റിമോട്ട് ജോലികളിലൊക്കെയാണ്. പക്ഷെ സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും വളരെ സജീവമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നമുള്ളത് ഈ വിമാന സർവീസുകൾ ഇല്ല എന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വലിയ പ്രശ്നമാണ്. കാരണം ഒരു രോഗാവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്, വലിയ നാട്ടിലുള്ള ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ശരി, ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ എങ്ങനെ കാണുന്നു? ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാകാനാണ് സാധ്യതയുള്ളത്? എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട് ഇസ്രയേലിനൊപ്പം ചേർന്ന്? മറ്റൊരു കാര്യം, നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുകയാണ്. ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തെക്കുറിച്ച് വരുന്നില്ല. അതിൽ നിഷേധിക്കുന്നുമില്ലല്ലോ ഇതുവരെ ഇസ്രായേൽ. മഞ്ജുഷ, സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് യുദ്ധം തുടങ്ങി 57 മണിക്കൂർ പിന്നിടുമ്പം ഇവിടെ നിന്നുള്ള ഒരു എക്കോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗോട്ട് യു ബിഫോർ യു ഗോട്ട് മീ. അതാണ്. അപ്പം എല്ലാവരും ചോദിച്ചു എന്താണ് റീസൺ ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയൊരു കാതലായ തീരുമാനം എടുക്കാനായിട്ട്, പലരും പറഞ്ഞ ഒരു ഡിസ്ട്രക്റ്റീവ് തീരുമാനം എടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു. ഇവിടെ തന്നെ അമേരിക്ക ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ആൻസർ ആണ് ഐ ഗോട്ട് യു ബിഫോർ യു ഗോട്ട് മീ. നിങ്ങൾ എന്നെ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ പിടിച്ചു എന്നുള്ള ഇതാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പം ഒരു കഴിഞ്ഞ 6 മാസത്തെ ഇൻസിഡന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനമായിട്ടല്ല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 79 തൊട്ടുള്ള ഹിസ്റ്ററിയാണ് അവർ പറയുന്നത്. അപ്പം ആ ഒരു കഴിഞ്ഞ 40, 50 അല്ല 45 വർഷമായിട്ട് അമേരിക്കൻ അസറ്റുകളെ പല രീതിയിൽ പല ഭാഗങ്ങളിൽ ടാർഗറ്റ് ചെയ്യും ഇറാൻ അഡ്മിനിസ്ട്രേഷൻ. അമേരിക്കയുടെ ഒരു കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. അപ്പം അതുകൊണ്ടിട്ട് തന്നെ സ്ട്രാറ്റജിക്കലി ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഒരു റൈറ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട്. അതിന് 3 റീസൺസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ റീസൺ അയത്തുള്ള ഖമേനി അവരുടെ സുപ്രീം ലീഡറെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റി, ബാലിസ്റ്റിക് മിസൈൽ അങ്ങനെയുള്ളതെല്ലാം കംപ്ലീറ്റ് ഡിസാർമമെന്റ് ചെയ്യുക എന്നുള്ള, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത് റെജീം ചേഞ്ച് എന്നുള്ള 3 പോയിന്റ് ആയിരുന്നു. എന്നാൽ ഇവിടുത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പാസ് വി സ്പീക്ക് നൗ പീറ്റ് ഹെക്സത്ത് ഡിഫൻസ് മിനിസ്റ്റർ, ഇപ്പം മിനിസ്റ്റർ ഓഫ് വാർ ബൈ ദ വേ, ഈ പ്രസ് കോൺഫറൻസ് നടത്തുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് റെജീം ചേഞ്ച് ഈസ് നോ മോർ അമേരിക്കയുടെ ഒരു പ്ലാനിലെ പദ്ധതിയിലില്ല, ഒബ്ജക്റ്റീവിൽ ഇല്ല എന്നാണ് ക്ലെയിം ചെയ്തത്. കാരണം ഇവിടെ നിന്നുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ജോലി ലോക പോലീസ് അല്ല, ലോകത്തിലുള്ള എല്ലാ റെജിമിനെ മാറ്റിമറിക്കുക എന്നുള്ള അല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലൈനിൽ പോകുന്ന അഡ്മിനിസ്ട്രേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി അത് ഒരു ഒബ്ജക്റ്റീവ് നേരത്തെ ഉണ്ടായിരുന്നോ, അത് നമ്മൾ ചർച്ച ചെയ്ത് മാത്രമാണോ എന്നുള്ളതിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. ഏതായാലും അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അമേരിക്ക? എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ തന്നെ ആഭ്യന്തരമായിട്ട് അല്ലല്ല, ഖമേനിയുടെ പിന്തുടർച്ചക്കാർ വരുന്നതിനെയും അമേരിക്ക അനുകൂലിക്കുന്നുണ്ടാവില്ലല്ലോ. ഇവിടെ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും വിചാരിച്ചതും ഈ 3 ഒബ്ജക്റ്റീവും പെർഫെക്റ്റ് ആണ്. ഈ 3 ഒബ്ജക്റ്റീവ്, അതായത് റെജീം ചേഞ്ച് വേണം, അവിടെയുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നശിപ്പിക്കണം, ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഇവർ റിപ്പീറ്റഡ്ലി ഇവിടുന്ന് പറയുന്നത് റെജീം ചേഞ്ച് അല്ല, അതോടൊപ്പം ആഹ്വാനം ചെയ്യുന്നുണ്ട്, ദിസ് ഈസ് യുവർ മൂവ്മെന്റ്, ഗ്രാബ് ഇറ്റ്.
ഇങ്ങനെ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു, ഇറാനിയൻ ജനത വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ ഒരു മൂവ്മെന്റ് ഇനി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഈ ഒരു അങ്ങനെയാണെങ്കിൽ ഒരു പാവ സർക്കാരിനെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയല്ലേ? പാവ സർക്കാരിനെ ഉദ്ദേശിക്കുന്നു എന്നുള്ളതല്ലേ? അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു പാവ സർക്കാരിനെ ഉദ്ദേശിക്കുന്നു ഇറാനിൽ. ബദൽ സർക്കാരിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, അതിനെയാണല്ലോ പാവ സർക്കാർ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സർക്കാരിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, നമുക്ക് വ്യക്തമാണത്. അപ്പോൾ എന്തായാലും ഈ ഷാ ഭരണകൂടത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നില്ല സ്വാഭാവികമായിട്ടും. അമേരിക്ക അങ്ങനെ ഒരു ക്ലെയിം അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് പിൻഗാമി വെച്ചിട്ടും അതിനെ അമേരിക്ക അംഗീകരിക്കുന്നില്ലല്ലോ എന്തായാലും. മഞ്ജുഷ, അതിലെ ഒരു ക്ലാരിറ്റിക്ക് കുറവുണ്ട്. എന്താണ് ബദൽ എന്നുള്ള കാര്യത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ വെളിയിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ 57 മണിക്കൂറിൽ ആദ്യമായിട്ടുള്ള ഒരു പ്രസ് ബ്രീഫാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോയിന്റ് കോൺഗ്രസിനെ അഡ്രസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു യുദ്ധം വരുമ്പം അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ആർട്ടിക്കിൾ 1 അനുസരിച്ചിട്ട് എന്താ പറഞ്ഞത്, US കോൺഗ്രസ് ആണ് ഒരു എക്സ്റ്റേണൽ വാറിന്റെ പെർമിഷൻ കൊടുക്കുന്നത്. അപ്പൊ അതില്ലാതെ ട്രംപ് പോയത് കാരണം ട്രംപിന് ഇവിടെ ഇന്റേണൽ ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് അവർ മറികടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 2 എമർജൻസി സിറ്റുവേഷനിൽ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് മറുപക്ഷവും വാദിക്കുന്നു. അപ്പൊ അതിൽ ഏതാണ് വിജയിക്കുന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു പോയിന്റ് കൃത്യമാണ്. കാരണം അമേരിക്കൻ ലൈഫ്, അതായത് അമേരിക്കൻ സോൾജേഴ്സിന്റെ ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്യം ആര് പറയും? അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയേണ്ടി വരും. അത് എത്രമാത്രം മുന്നോട്ട് പോകുന്നോ അതനുസരിച്ചിട്ട് അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇന്നലെ അത് 3 ആയിരുന്നെങ്കിൽ ഇന്ന് 4 പേരായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അമേരിക്ക ഒരു വിജയം എന്താ പറയുന്നത്, 4 ലൈഫ് പോയപ്പം തോറ്റു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയപ്പം മിലിറ്ററിലി അമേരിക്ക വിജയിച്ചിരുന്നു. എന്നാൽ മോറലി അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ഇറാന് ഒരു പക്ഷേ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് അമേരിക്ക ആക്രമിറ്റ് ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു, ജൂണിൽ പോയി സ്ട്രൈക്ക് ചെയ്ത് എല്ലാ ബാലിസ്റ്റിക് മിസൈലും ന്യൂക്ലിയർ കാര്യങ്ങളെല്ലാം അടിച്ചു പൊടിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ പോയത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇറാന് മറ്റു രാഷ്ട്രങ്ങളിലെ അയൽ രാജ്യങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല എന്നുള്ളൊരു ഹിസ്റ്ററിയും, ഡയറക്റ്റ് ആക്രമിച്ചിട്ടില്ല എന്നുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 57 മണിക്കൂർ കഴിയുമ്പം ആ ഒരു സ്ഥിതിഗതികൾ മാറി. അമേരിക്ക മിലിറ്ററി മാത്രമല്ല വിജയിക്കുന്നത്, മോറലിയും ഈ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു. കാരണം ഒന്ന്, സുപ്രീം ലീഡർ അവിടെ നിന്ന് ഇല്ലാതായി. ഒന്ന്, രണ്ടാമത്തേത് സ്ട്രാറ്റജിക്കലി വിജയിക്കുകയാണ്. കാരണം 12 രാജ്യങ്ങളിലേക്ക് അവിടെ നിന്നുള്ള മിസൈൽ ഇറാൻ വിട്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ തന്നെ എല്ലാ സറൗണ്ടിങ് നൈബേഴ്സിനെയും പിണക്കുകയാണ് സമൂദ് അറേബ്യ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ടും അക്കാര്യത്തിൽ അമേരിക്കയുടെ ഒരു വിജയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ശരി, ശ്രീ രഘുനാഥ്, താങ്കൾ ഈ വിലയിരുത്തൽ നടത്തുന്നയാളാണോ? പക്ഷെ അവിടെ ഒരു ഭരണകൂടം മാറുക എന്നുള്ള താല്പര്യം അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ള ഈ ഒരു പുതിയ പ്രസ്താവനയുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പക്ഷേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ വ്യക്തമായിരുന്നു, അവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ്. പക്ഷെ ഇവരുടെ അജണ്ട അവിടുത്തെ റെജീം ചേഞ്ച് തന്നെയായിരുന്നു. ഇപ്പൊ പ്രശ്നം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശ്രീ സജിമൻ പറഞ്ഞതുപോലെ തന്നെ US കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ട്രംപ് ഈ ഒരു സാഹസത്തിന് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. അത് അമേരിക്കയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം, കോൺഗ്രസിന്റെ അപ്രൂവലോട് കൂടിയായിരുന്നു താരിഫൊക്കെ ഏർപ്പെടുത്തേണ്ടിയിരുന്നത്. അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു, സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പൊ ട്രംപ് പറയുന്നത് 1979 മുതൽ 1000 പേരെ ഇറാൻ കൊന്നിട്ടുണ്ട്, 1000 അമേരിക്കൻസിനെ ഇറാൻ കൊന്നിട്ടുണ്ടെന്നുള്ളത്. ഈ പറയുന്നത് സത്യമാണ്, 1000 അമേരിക്കൻസിനെ കൊന്നിട്ടുണ്ട്. അപ്പൊ 1979 മുതലുള്ളതിന് ഇപ്പോൾ പകരം വീട്ട് കാണുന്നുള്ള, അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എമർജൻസി പവർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ചെയ്യുന്നു എന്നുള്ളൊരു ന്യായീകരണമാണ് പറയുന്നത്. ഇതിന് സ്റ്റാൻഡ് ചെയ്യുമില്ലെന്ന് അറിയത്തില്ല. പക്ഷെ ഇതിന്റെ പുറകിൽ ഉദ്ദേശങ്ങൾ ഒരുപാടുണ്ട്. റെജീം ചേഞ്ച് തീർച്ചയായിട്ടും വേണം, കാരണം അവരുടെ അജണ്ടയിലുണ്ട്. ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവരുടെ ഖമേനിയുടെ ഒരു റെജീം വന്നതിന് ശേഷമാണ് ഇവർ റഷ്യയുടെയും ചൈനയുടെയും ചേരിയിലേക്ക് പോയതും. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ താല്പര്യം ഇവിടെയുണ്ട്. അമേരിക്കയുടെ താല്പര്യമാണ് മെയിനായിട്ടുള്ളത്. ഇസ്രായേലിന്റെ കൂടെ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ്, ഹൂത്തി, ഹിദ്ദുള്ള, പിന്നെ അതുപോലെ തന്നെ ഇറാഖിലുള്ള ആംഡ് ഫോഴ്സസ്, ഇവരെല്ലാം കൂടെ തീവ്രവാദം അഴിച്ചു വിടുന്നതിൽ നിന്നും ഇസ്രായേലിന് പെർമനന്റ് ആയിട്ടൊരു മോചനം വേണം. ദാറ്റ് ഇസ് വൺ. രണ്ടാമത്, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ആണവ ആയുധമാണ്. അതിപ്പോ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്, അത് ഇസ്രായേലിന് വലിയൊരു കൊണ്ടിയാണ്. ഇനി ഇറാനും കൂടി ആയിക്കഴിഞ്ഞാൽ, ഈ പ്രോക്സികൾക്ക് ഇറാൻ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പോക. ഒരൊറ്റ ബോംബ് വീണാൽ തീരാനുള്ളത് സൈസിലേ ഉള്ളൂ ഇസ്രായേൽ. അപ്പൊ ഇത് ഒരു കാരണമാണ്. അപ്പൊ അവരുടെ ആണവ ആയുധങ്ങൾ നശീകരിക്കുക എന്നുള്ളത് ഒരു കാരണം തന്നെയാണ്. പിന്നെ നമ്മൾ വേറെ കാര്യം നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ജൂണിൽ അവിടെ ആക്രമണം നടത്തി എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഒരു
നമ്മുടെ ഒരു പിന്നെ കോ പാനലിസ്റ്റ് പറഞ്ഞിരുന്നു ഇറാന്റെ എല്ലാവിധ ആണവ ഫെസിലിറ്റീസും നശിപ്പിച്ചു എന്ന് ട്രംപ് ക്ലെയിം ചെയ്തു. ശരിയാണ്, ട്രംപ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് നശിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അന്നത്തെ ആ ഒരു ആക്ഷനെ ഫോളോ ചെയ്തിട്ടുള്ള ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലൊന്നും കാര്യമായിട്ടൊന്നും അമേരിക്ക ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കൈ കഴുകി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തേടിയത് മാത്രമാണ് അമേരിക്ക. അവിടെ ആ ഒരു വാറൊന്നും നിർത്താൻ വേണ്ടിയിട്ട് ആ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തു, ഇനി പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തല ഊരാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു മാർഗം മാത്രമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. 60% സമ്പുഷ്ടീകരണം ഇറാൻ നടത്തിയവരുടെ കയ്യിലുണ്ട്. വെപ്പൺ ഗ്രേഡ് എന്ന് പറയുന്നത് 90% സമ്പുഷ്ടീകരണം നടത്തിയത്. അപ്പൊ അവിടേക്ക് എത്താനായിട്ട് ഇനി ഇറാന് വലിയ ദൂരമൊന്നുമില്ല. ഒരു 10 ബോംബെങ്കിലും ഉണ്ടാക്കാനുള്ള യുറേനിയം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതും അറിയാം. എന്ന് മാത്രമല്ല, ഇപ്പോൾ സമീപകാലത്ത് ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇറാൻ ഒരുപാട് യുറേനിയം അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അവരുടെ മെയിൻ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസിൽ നിന്നും രഹസ്യ താവളങ്ങളിലേക്ക്, അത് ഈ മലയുടെ ഇടുക്കിലോ എവിടേക്കോ ആയിട്ട് മാറ്റിയിട്ടുമുണ്ട്. ഇതെല്ലാം അറിയാവുന്ന കാര്യം. അപ്പൊ ഇത് ഒരു ആവശ്യമാണ്, ന്യൂക്ലിയർ ഇത് നശിപ്പിക്കുക എന്നുള്ളത്. പിന്നെ കൂടാതെ ചൈന, റഷ്യ, ഇറാൻ ഈ ഒരു അച്ചുതണ്ട് വളരെ സ്ട്രോങ് ആണ്. ഇറാനാണ് റഷ്യക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് യുക്രൈനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചൈന ഇറാന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു അച്ചുതണ്ടിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതും ട്രംപിന്റെ ഒരു ആവശ്യമാണ്. അപ്പൊ അതിന് ഏറ്റവും വീക്കായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാനാണ്. ട്രംപിന് ചാടിക്കയറി ചൈനയെ ആക്രമിക്കാൻ പറ്റത്തില്ല, റഷ്യനെ ആക്രമിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു വീക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ഇറാനാണ്. അതുപോലെ തന്നെ ഇറാനിൽ ഒരുപാട് മിനറൽസും ഓയിൽ മാത്രമല്ല, ഇഷ്ടംപോലെ മിനറൽസും ഉണ്ട്. ഒരു $27 ട്രില്യൺ തുല്യമായിട്ടുള്ള മിനറൽസ് ഇറാനിലുണ്ടെന്നാണ് ഇപ്പൊ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ രണ്ടുദ്ദേശമുണ്ട് ട്രംപിന്. ഒന്ന്, ഈ മിനറൽസ് ഒന്നും റഷ്യയുടെയും ചൈനയുടെയും കയ്യിൽ പോകാൻ പാടില്ല. ലോകത്തിലെ റെയർ എർത്ത് മിനറൽസിന്റെ 90% കൈയടക്കി വെച്ചിരിക്കുന്നത് ചൈനയാണ്, പ്രോസസ് ചെയ്യുന്നത് ചൈനയാണ്. അപ്പം ട്രംപിന് ഒരിക്കൽ ചൈന പണി കൊടുത്തതാണ്. അപ്പൊ ഇനിയിപ്പോ ചൈനയുടെ മേളിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കുക, എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് ഈ മിനറൽസിന്റെ പുറത്ത് ക്യാപ്ചർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഇത് ഇതിന്റെ പുറകിലുള്ളതാണ്. അങ്ങനെ ഒരുപാട് റീസൺസ് ഇതിന്റെ പുറകിലുണ്ട്. ശരിയാണ്. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, പെന്റഗണിന്റെ ബ്രീഫിംഗിന്റെ കാര്യമാണ് അല്പസമയം മുമ്പ് ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞത്. പ്രതിരോധ സെക്രട്ടറിയുടെ ബ്രീഫിംഗ് നടക്കുകയായിരുന്നു. അതിലാണ് റെജീം ചേഞ്ച്, ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമല്ല എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് യുദ്ധം തുടങ്ങിയത് ഞങ്ങളല്ല, പക്ഷേ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും. ഖമനേയിയുടെ മരണത്തോടു കൂടി ഇതിപ്പോൾ ഈ യുദ്ധം തുടർന്നു പോകുവാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അതായത് അധിക നാൾ നീളില്ല എന്ന്. പറയുന്ന പോലെ അത്ര ലളിതമല്ല സാഹചര്യങ്ങൾ. യുദ്ധമുണ്ടായിട്ട് 57 മണിക്കൂറേ ആയിട്ടുള്ളൂ. പക്ഷേ യുദ്ധമുണ്ടായ സമയത്ത് തന്നെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇത് ഒരാഴ്ചക്കപ്പുറം പോകില്ല എന്നും ഭരണമാറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഭരണമാറ്റത്തിന് പരിശ്രമിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് അമേരിക്കയിൽ വസിക്കുന്ന ഷായുടെ അനന്ത തലമുറക്കാരനെ കൊണ്ടുവരുന്നതിലായിരിക്കില്ല. അതിനപ്പുറം ഇറാനിലകത്ത് രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കി അവിടെ കൂടുതൽ സംഘടനകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടുത്തെ ഇറാനിലെ മതപുരോഹിതരുടെ ഭരണത്തിന് ഇളക്കം തട്ടും. ആ നിലയ്ക്ക് അവിടുത്തെ ഭരണ അസ്ഥിരത വരുമ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ സ്വാധീനിക്കാൻ കഴിയും. നമുക്കറിയാം, ഇറാനെ സമ്പുഷ്ടീകരണത്തിൽ മാത്രമല്ല, ഇറാൻ തീർച്ചയായിട്ടും ന്യൂക്ലിയർ കാര്യങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്ക് പൈലിംഗ് ചെയ്തിട്ടുണ്ടാകും, സമ്പുഷ്ടീകരണം നടത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ ലോകത്തുള്ള എണ്ണശേഖരത്തിൽ 3-ാം സ്ഥാനത്താണ് ഇറാനുള്ളത്, വെനിസുലയും സൗദി അറേബ്യയും കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ നാളൊരു കാലത്ത് ഇറാനെ തങ്ങളുടെ വരുതിക്ക് വരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ താല്പര്യം. അതിനെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും മറ്റു രീതിയിൽ ഭീഷണിയുള്ള ഇസ്രയേലും ഉണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ബ്രീഫിംഗ് നടത്തിയതിൻ്റെ ഒരു ഉദ്ദേശം അമേരിക്കയിലെ ജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കുക. ഇവിടെ വന്ന കോ പാനലിസ്റ്റ് അമേരിക്കയിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. അമേരിക്കക്കാർക്ക് ജീവഹാനി സംഭവിക്കുമ്പോൾ അത് അവിടെ അകത്തുള്ള പബ്ലിക് ഒപ്പീനിയനിൽ വലിയൊരു സ്ഥാനമുണ്ടാകും. ബോഡി ബാഗ്സ് അമേരിക്കയിലേക്ക് വരുമ്പോൾ അവിടെ പ്രതിഷേധമുയരും. ആ നിലയ്ക്കുള്ള നഷ്ടങ്ങളൊന്നും അമേരിക്കയ്ക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. 4-5 പേര് പോയി എന്നുള്ളതല്ലാതെ. അത് കൂടുതൽ സംഭവിക്കുമ്പോൾ ട്രംപിൻ്റെ ജനകീയത താഴോട്ട് പോകും. പക്ഷേ ഇന്നലെ വരെയുള്ള ഈ യുദ്ധത്തിന് ശേഷം നടന്ന സാഹചര്യത്തിൽ ഖമേനിയെ വധിച്ചോടുകൂടി ട്രംപിന് അവിടുത്തെ ജനങ്ങളിടയിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. കാരണം ഇത് ഒരു അൺകൺട്രോൾഡ് സിറ്റുവേഷനിലേക്ക് വരാം.
ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ. പഴയ കാലത്ത് വിയറ്റ്നാമിൽ യുദ്ധം നടത്തിയപ്പോൾ ഒരു ഔപചാരികമായൊരു യുദ്ധപ്രഖ്യാപനവും ഇല്ലാതെ 25 വർഷം യുദ്ധം ചെയ്ത രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് എക്സിക്യൂട്ടീവ് എഗ്രിമെൻറ്റ്സ് അമേരിക്കൻ പ്രസിഡന്റ് കൈവശം ഉള്ളിടത്തോളം കാലം ലോകത്തെവിടെയും അമേരിക്കയിലെ പ്രസിഡന്റിന് അമേരിക്കയിലെ ജനങ്ങളുടെ കോൺഗ്രസിൻ്റെയൊക്കെ സമ്മതം കിട്ടിയാലും ഇല്ലെങ്കിലും ആർമിയെയും നേവിയെയും എയർഫോഴ്സിനെയും ഡിപ്ലോയ് ചെയ്യാനുള്ള ശക്തിയും കഴിവുമുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം ഫോർമലായിട്ട് കോൺഗ്രസിൻ്റെയും സെനറ്റിൻ്റെയും അപ്രൂവൽ ഇല്ലെങ്കിൽ പോലും പ്രസിഡന്റിന് തുടരാം. പക്ഷേ സാഹചര്യം അവരുദ്ദേശിക്കുന്നതിനപ്പുറം വഷളായി. ഇപ്പോൾ ട്രംപിന്റെ പ്രതിരോധ സെക്രട്ടറിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ അതിനകത്ത് ഈ റെജീം ചേഞ്ചിന്റെ കാര്യം പറയുമ്പോഴും ദിസ് ഈസ് നോട്ട് എ സോ കോൾഡ് റെജീം ചേഞ്ച് വാർ ബട്ട് ദ റെജീം ഷുവർ ഡിഡ് ചേഞ്ച് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അതിനുവേണ്ടിയുള്ളതല്ല, ഇപ്പോൾ അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുന്നതിനുള്ള യുദ്ധമല്ല എങ്കിൽ പോലും അവിടുത്തെ ഭരണകൂടം മാറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം. ഇത് തന്നെയാണല്ലോ ആ യുദ്ധത്തിന്റെ ഉദ്ദേശവും. അതെ, പാവ ഗവൺമെൻറ്റുകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അമേരിക്ക എപ്പോഴും സ്മാർട്ട്നെസ് കാണിച്ചിട്ടുണ്ട്. വെനിസുലയെ പോലും ഇപ്പോൾ സമീപകാലത്ത് നടന്ന കാര്യം അറിയാമല്ലോ. അത്ര എളുപ്പമല്ല ഇറാനിൽ നിന്നുള്ളത് സത്യമാണ്. അത് മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള ലെബനാനും മറ്റ് രാജ്യങ്ങളുമൊക്കെ ശത്രുപക്ഷത്തേക്ക് വരാനുള്ള സാധ്യതയും തീവ്രവാദ സംഘടനകളെ ഹമാസും ഹെസ്ബുള്ളയൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സാഹചര്യം അത്ര എളുപ്പമല്ല. ഒരു 3 ആഴ്ചയ്ക്കപ്പുറം യുദ്ധം പോകുമെന്ന് ട്രംപ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സംഘടനകളുണ്ടാകും. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടിയും ഉണ്ടാകും. ആ തിരിച്ചടി കുറച്ച് നാളത്തേക്കെങ്കിലും ഇസ്രയേലിനെങ്കിലും ബാധിക്കും. അമേരിക്കയെ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എത്രയോ ദൂരെയാണ് അമേരിക്ക നിൽക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഇസ്രയേലിന് പ്രശ്നമുണ്ടാകും. മാത്രമല്ല, ഇവിടെ മറ്റ് പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ച പോലെ റഷ്യയും ചൈനയും ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ അത്ര ലളിതമല്ല. ഇത് തുടങ്ങി വെച്ചത് അമേരിക്ക തന്നെയാണെന്ന് പറയുന്നുണ്ട്. അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് ഇറാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ കോൺസിക്വൻസസ് ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകൾ പശ്ചിമേഷ്യയിൽ വളരെ വലുതാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ. അതിനിടയ്ക്ക് ശ്രീ സജിമോൻ ആന്റണി ഒരു അബദ്ധവും പറ്റിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുവൈറ്റിൽ അവിടെ അമേരിക്കൻ വിമാനം വെടിവെച്ചിടേണ്ടി വന്നിട്ടുണ്ട് കുവൈറ്റിന്. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള ഏറ്റുപറച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. ഭാഗ്യത്തിന് അവിടെ ആളപായം ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ട്രംപ് മറുപടി പറയേണ്ടി വരുമല്ലോ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. മഞ്ജുഷേ, ഇത്തവണത്തെ ഈ ഒരു യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ ആദ്യത്തെ ആ ഒരു സ്പീച്ച് തന്നെ, ഒരു വീഡിയോ റിലീസ് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ടോ. ഒന്ന്, ഇതൊരു ഓവർനൈറ്റ് ഓപ്പറേഷൻ അല്ല. അപ്പൊ ഇന്നലെ അതിനെ എന്താ പറയുക, ഒന്നുകൂടെ സ്ഥിരീകരിച്ചതിനെ അതിന് 4 തൊട്ട് 5 ആഴ്ച വരെ എടുത്തേക്കാം. നമ്പർ 1. നമ്പർ 2, ഈസ് അമേരിക്ക പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അപ്പൊ അമേരിക്ക 100% ഇതിനു വേണ്ടി പ്രിപ്പയർഡ് ആണ്. ഒരു ലോങ് ആയിട്ട് പോവുകയാണെങ്കിലും അതിനു വേണ്ടിയിട്ട് 2 കാര്യങ്ങളിൽ, ഒന്ന് സ്ട്രാറ്റജിക്കലി പ്രിപ്പയർഡ് ആണ്, രണ്ടാമത് റിസോഴ്സ് വെപ്പണറീസിന്റെ കാര്യത്തിന് മാത്രമല്ല ഓയിൽ എന്ന് പറഞ്ഞ കാര്യത്തിന് പോലും പ്രിപ്പയർഡ് ആണ്. കാരണം ഈ ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആദ്യം വെനിസുലയിൽ പോയി, കാരണം ഓയിൽ റിസർവുകൾ ഈ ഗൾഫ് റീജിയന്റെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഇവിടെ ഒന്ന് നെയ്ബറിംഗ് ഏരിയയിൽ തന്നെ കിട്ടുക എന്നുള്ളൊരു റിസോഴ്സ് ആയിരുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ് സ്ട്രാറ്റജിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ് ആണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്. രണ്ടാമത്തേത്, മഞ്ജുഷ പറഞ്ഞത് 3 പ്ലെയിനുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. അത് ഇവിടെയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതും എക്സ്പെക്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള വലിയ ലാർജർ കോൺഫ്ലിക്റ്റിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. ആളപായമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മൂന്നാമത് എനിക്ക് വേറൊരു കാര്യം ആഡോൺ പറയുന്നുണ്ട്. നമ്മൾ ഒരു സൈഡിൽ പറയുന്നുണ്ട് ഇറാൻ റിട്ടാലിയേറ്റ് ചെയ്യുന്നു, അയൽപക്കത്തുള്ള എല്ലാ 12 രാജ്യങ്ങളിലേക്ക് മിസൈൽ ഒരേ സമയം വർഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട് നമ്മുടെ കേരളത്തിലുള്ള സഹോദരങ്ങൾ ഞെട്ടേണ്ട കാര്യമില്ല. കാരണം 12 രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ട്, അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്, അത് ശരിയാണ്. എന്നാൽ ആളപായങ്ങളില്ല. ഒന്ന്. അപ്പം ചോദിക്കുന്നു, അവിടെ ഇവിടെയൊക്കെ മിസൈലുകൾ വീണല്ലോ, മീൻസ് ഹോട്ടലിന് മേളിൽ വീണു, പാർക്കിംഗ് ലോട്ടിൽ വീണു, എയർപോർട്ടിൽ വീണു എന്ന് പറയുമ്പോൾ അതൊന്നും മിസൈലിന്റെ ഡയറക്റ്റ് അറ്റാക്കുകളല്ല. മിസൈലുകൾ പോകുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് അമേരിക്കൻ ബേസിനെ ആയിരിക്കും. പക്ഷേങ്കിൽ 95-96% ഓഫ് മിസൈൽസിനെ അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കുന്നുണ്ട്. നിർവീര്യമാക്കി കഴിയുമ്പോൾ വരുന്ന ചെറിയ അവശിഷ്ടങ്ങളാണ് അവിടെയും ഇവിടെയും വീഴുന്നത്. അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ 1-2 പേർക്ക് പരിക്ക് പറ്റുകയും അല്ലെങ്കിൽ 1-2 പേര് മരിക്കുകയും ചെയ്തത്. മരിക്കുന്നതിനെ ഞാൻ ലഘൂകരിച്ച് കാണിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അതായത് മൊത്തത്തോടെ പാനിക് ആവാണ്ട് ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നില്ല. ആദ്യം മുമ്പേ പറഞ്ഞ സഹവാനിസ്റ്റ് പറഞ്ഞപ്പോൾ ചോദിക്കുന്ന ഒരു കോവിഡ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. കോവിഡ് ആദ്യം വന്നപ്പോൾ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയില്ലായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അത് യൂസ് ടു ബൈ എന്താണ് പ്രിപ്പറേഷൻസ് ഉള്ളത്. അപ്പം ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും മറ്റ്
സ്ഥിതികൾ പറയുകയാണെങ്കിൽ അതത് രാജ്യത്തെ ഗവൺമെന്റുകൾ ഓരോ ഇൻസ്ട്രക്ഷൻ ഡയറക്ഷൻസ് തരുന്നുണ്ട്, അത് ഫോളോ ചെയ്യുക. അല്ലാണ്ട് ജസ്റ്റ് സോഷ്യൽ മീഡിയ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സ്വയമായിട്ടുള്ള കാര്യങ്ങൾ ശരി, ഒരുപാട് പ്രചാരണങ്ങൾ അതുവഴി നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊരു ആശ്വാസം പ്രവാസികൾക്ക് വന്നിട്ടുണ്ട്. അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്ക് ഇത്തിഹാദ് എയർവേസ് പറന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിമാന സർവീസ് തുടങ്ങുവാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ ധനേഷ് മുരളി, അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് ബഹ്റൈനിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ സർവീസ് തുടങ്ങാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അത് കൺഫർമേഷൻ വന്നിട്ടുമില്ല. ഇല്ലില്ല, ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് 1 മണിക്കൂർ മുമ്പ് കൂടി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ മുമ്പ് വരെ ഫ്ലൈറ്റ് റീഷെഡ്യൂളിന്റെ കാര്യങ്ങളും ക്യാൻസലിന്റെ കാര്യങ്ങളും മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഫ്ലൈറ്റിന്റെ ഒരു പുതിയൊരു ഫ്ലൈറ്റ്, അതായത് ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യുന്ന പറയുന്നു, അങ്ങനെയുള്ള വാർത്ത നമുക്ക് ഇതുവരെ 1 മണിക്കൂർ മുമ്പ് വരെ ലഭിച്ചിട്ടില്ലായിരുന്നു. അബുദാബിയിൽ നിന്നുള്ളതാണ് അല്ലേ? അതെ അതെ അതെ. ശരി, പക്ഷേ അത് ഇപ്പോഴും പറയുന്നത് ക്യാൻസലേഷന്റെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ഈ വ്യോമഗതാഗതം തുടങ്ങുവാനുള്ള റിപ്പോർട്ട്. ഈ മിസൈൽ ആക്രമണം തുടരുന്നതിനാൽ വ്യോമഗതാഗതത്തെ പറ്റി ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സമയമാണിത്. തീർച്ചയായിട്ടും അത് വ്യോമപാത തന്നെ അടച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അത് തുറന്നു കിട്ടിയാലേ നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണല്ലോ ഇപ്പൊ ഉള്ളത്. നിരവധി ആളുകൾ നമ്മളെ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ടിക്കറ്റ് എടുത്തിട്ട് അത്യാവശ്യ സമയങ്ങളിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് 2 വർഷത്തിലേക്ക് ഒരിക്കലായിരിക്കും ടിക്കറ്റ് ഒരു സാധാരണ പ്രവാസിക്ക് ലഭിക്കുക. അപ്പൊ എങ്ങനെയെങ്കിലും നാട്ടിൽ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന അനേകാര്യങ്ങളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് മക്കളുടെ കല്യാണം ആയിരിക്കാം, അല്ലെങ്കിൽ പേരൻസിന്റെ ഹോസ്പിറ്റലൈസേഷൻ ആകാം, അങ്ങനെയുള്ള പ്രൈമറി ആയിട്ടുള്ള വളരെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ഒരു കാര്യം മുമ്പിലേക്ക് വരുന്നത് നമ്മൾ അറിയുന്നുമില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരാണ്. അത് കൂടാതെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ബഹറിനെ പറ്റി പറയുകയാണെങ്കിൽ ബഹറിൽ 27-ാം തീയതി വൈകിട്ട് ഇവിടെ ബഹറിൽ OICCയുടെ ഇഫ്താർ വിരുന്നായിരുന്നു. അപ്പൊ അതിൽ KPCC പ്രസിഡന്റും അദ്ദേഹത്തിനോടൊപ്പം വന്നത് കോഴിക്കോട് DCCയുടെ അധ്യക്ഷൻ പ്രവീൺ കുമാറും KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KP ശ്രീകുമാറുമായിരുന്നു. അപ്പൊ KPCC പ്രസിഡന്റ് പരിപാടി കഴിഞ്ഞ് അന്ന് തന്നെ വൈകുന്നേരം 9 മണിക്ക് തിരിച്ചുപോയി. ബാക്കി 2 പേരുടെയും ഫ്ലൈറ്റ് പിറ്റേ ദിവസം വൈകിട്ട് 5 മണിക്കായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28-ാം തീയതി ഉച്ചയ്ക്കാണ് നമ്മൾ ഈ വ്യോമപാത അടയ്ക്കുന്ന ഒരു കാര്യം വരുന്നതും അവർക്ക് പോകാൻ പറ്റാതിരിക്കും. 2 പേരും ബഹറിലാണ് ഉള്ളത്. 2 പേരും ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥിയാകാൻ പോലും സാധ്യതയുള്ള 2 പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. ഫവാസ്, ഇവിടെ സജിമോൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഇപ്പോൾ ഇറാനിൽ ഭരണകൂടം മാറ്റുക എന്നുള്ളത് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട് ഈ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളെ അമേരിക്ക. താങ്കൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതെ അതെ, എനിക്ക് ആ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നത് കുറച്ച് സമയം മുൻപ് ഷാ പഹ്ലവി ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ഡിസെൻഡന്റ് ആയിട്ടുള്ള റസ പഹ്ലവി എക്സിൽ കുറിച്ച ഒരു ട്വീറ്റ് ആയിരുന്നു. അദ്ദേഹം ഫോക്കസ് കൊടുക്കുന്നത് ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 3-4 അമേരിക്കൻ സൈനികരുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. അപ്പൊ അദ്ദേഹം അവിടെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, ഇറാനിലേക്ക് വരുന്ന സമയത്ത് ഇറാനിൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷനിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് കാംനെയി ഭരണകൂടത്തിനെതിരെ പുറത്തുനിന്ന് US അടക്കമുള്ള ഇത്രയും വർഷങ്ങളായി തുടർന്നു വരുന്ന സാങ്ഷൻസ് മൂലം ഇന്റേണലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കറപ്ഷൻ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ വലിയ തോതിൽ ഇറാൻ അകത്ത് തന്നെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും പുറത്തു നിന്നുള്ള ഒരു ആക്ടറുടെ ഇടപെടൽ ഇറാനിയൻ ജനത ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇടപെടൽ മൂലം റസ പഹ്ലവിക്ക് ഇറാനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു അധിക വായനയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇറാനിൽ ഒരു വൈഡർ ഡിസ്കണ്ടന്റ് കാംനെയി ഭരണകൂടത്തിന് നേരെ ഉണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ദേശീയത എന്ന് പറയുന്ന ഒരു വികാരം അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ പോയിന്റ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പിന്നെ ഇവിടെ നടന്നിട്ടുള്ള മറ്റൊരു ചർച്ച എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ട്രംപ് ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. അതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാരണങ്ങൾ നമുക്ക് ഒരു പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. തൊട്ട് മുൻപ് കഴിഞ്ഞ വർഷം ട്രംപ് അവകാശപ്പെട്ടിരുന്നത് ഇറാനെ പൂർണ്ണമായും ഡിസാം ചെയ്തു എന്നായിരുന്നു ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ നിന്ന്. പക്ഷെ അതിനുശേഷം ഈ ഒരു പുതിയ വാർ വേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് തന്നെയാണ് അടുത്തൊരു ക്ലെയിമുമായിട്ട് രംഗത്ത് വരുന്നത്. അവർ ഒരാഴ്ച കൊണ്ട് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കിയേക്കാം. അതിന് പല ഒബ്സർവൻസും ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്
ഒരു ഇസ്രായേലി ലോബിയിങ് ആണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമായിട്ട് സൂചിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് കാണുകയായിരുന്നു. ഒരു വലതുപക്ഷക്കാരനായിട്ടുള്ള ഈവൻ ട്രംപ് സപ്പോർട്ടർ ആയിട്ടുള്ള ടെക്കർ കാൾസൺ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിൽ ചോദിക്കുന്നത്, ഈവൻ കഴിഞ്ഞ 12 ഡേ വാർ നടക്കുന്ന സമയത്തും അതിനുശേഷവും ഉള്ള പല സന്ദർഭങ്ങളിലും അമേരിക്കയുടെ മിലിറ്ററി ആസ്ഥാനമായ പെന്റഗണിനകത്ത് എങ്ങനെയാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ കമാൻഡ് നൽകിക്കൊണ്ട് ഓടി നടക്കുന്നത് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പോ യുഎസിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അമേരിക്കക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ റീസെന്റ് വന്നിട്ടുള്ള ഒരു സർവേ പ്രകാരം പോലും ഈ ഒരു ഓൺലൈൻ സർവേ പ്രകാരം ഈ ഇറാനിൽ ഇപ്പൊ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിന് ട്രംപിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇസ്രായേലി ലോബിങ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഏകദേശം $50 ബില്യൺ ആണ് അമേരിക്ക ഇസ്രായേലിന് വേണ്ടി നൽകുന്നത്. അതൊക്കെയും ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ട്രംപിനെതിരെ ഉയർത്താൻ കാരണമാവും എന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രംപ് ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ പിന്തുണയ്ക്കുകയും അമേരിക്കയുടെ റിസോഴ്സസ് അങ്ങോട്ട് ചാനൽ ചെയ്യുകയും ചെയ്യുന്ന ബൈഡൻ ഹാരിസിനെതിരെ ഉള്ളൊരു ക്യാമ്പയിനായാണ് ട്രംപിന്റെ ക്യാമ്പയിന്റെ ഒരു പൊതു സ്വഭാവം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ബിസിനസ്സിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഐ ആം എ കാൻഡിഡേറ്റ് ഓഫ് പീസ് എന്നാണ് ട്രംപ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പൊ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു ഹാബിച്വൽ ലൈസിലൂടെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കിന് ലെജിറ്റിമസി ഉണ്ടാക്കാനും ട്രംപ് ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ യുഎസിന്റെ ഒരു വൈഡർ ആയിട്ടുള്ള ന്യൂയോർക്ക് ടൈംസും വാൾസ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനെതിരെയുള്ള ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഒരു പ്രീഎംപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു, അതല്ലെങ്കിൽ ഒരു അഗ്രഷൻ അല്ല, ഒരു പ്രതിരോധാത്മക നടപടി എന്ന രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യാൻ വലിയ രീതിയിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതും ട്രംപ് എത്തിച്ചേർന്നിട്ടുള്ള ഒരു സിറ്റുവേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശരി, അത് സജിബൻ ആന്റണി, അത് ശരിയുമാണല്ലോ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ അമേരിക്കയെ നേരിട്ട്, അങ്ങനെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഇത് അമേരിക്കക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന്. അങ്ങനെയാണല്ലോ ട്രംപിന്റെ ആദ്യ ദിവസത്തെ ബ്രീഫിങ്ങിൽ വന്നിട്ടുള്ളത്. പക്ഷേ അമേരിക്കയെ നേരിട്ട് ഇറാൻ ആക്രമിക്കുകയില്ല എന്ന് അറിയാവുന്നതാണ്. അതിനുള്ള സന്നാഹം അവർക്ക് നടത്തുവാൻ പറ്റില്ല, ദൂരം കൂടി കണക്കിലെടുക്കുമ്പോൾ. പക്ഷേ ഇത് നേരിട്ട് ഞങ്ങളെ ആക്രമിക്കുന്നു, അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നൊക്കെ പറയുന്ന ഇതേ ട്രംപ് തന്നെ അവരുടെ ആണവായുധ ശേഖരം നശിപ്പിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ജൂണിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതേ നദാൻസിൽ തന്നെ ഇന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അവകാശപ്പെടുകയാണ്. ഇറാൻ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്നും പറയുകയാണ്. മഞ്ജുഷ, എനിക്ക് ചെറുതായിട്ട് വിയോജിക്കേണ്ടി വരുന്നു. അവിടെ ഇപ്പം നമ്മുടെ സഹപാനലിസ്റ്റോടോ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്ക അരാജകത്തിലേക്ക് എന്നുള്ള ഒരു ഹെഡിങ്ങിലേക്ക് ഈ ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റ് പോവരുതെന്നാണ്. കാരണം അമേരിക്കയിൽ അങ്ങനെ ഒരു അരാജകത്വം ഇല്ല, ഒന്ന്. നമ്പർ 1. നമ്പർ 2, നമ്മൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ഡെമോക്രസിയിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ആണ്. അപ്പം അതും ഇറാനിലെ സിറ്റുവേഷനുമായിട്ട് ആപ്പിൾ ടു ആപ്പിൾ നമ്മൾ കമ്പയറബിൾ അല്ല, ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പം ഈ പറഞ്ഞ റീസണിങ് എന്ന് പറയുന്നത് ഇതൊരു ഫാക്റ്റ് ആണ്. 1979 തൊട്ട് 2026 വരെ ഇറാനിൽ ഒരു സപ്രസീവ് ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരെ മാത്രമല്ല, ഇറാനിയൻ ജനതയെ മാത്രമല്ല കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത്, അതോടൊപ്പം അമേരിക്കൻ അസറ്റുകളും ചെയ്തിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും നമുക്ക് ഫാക്ച്വൽ ആണത്. എന്നാൽ അവിടുന്നുള്ള മിസൈൽ ബോംബുകളും അമേരിക്കയിലേക്ക് ഇൻലാൻഡിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജുഷ പറഞ്ഞ ശരിയാണ്, ആൻസർ യെസ് ആണ്. എന്നാൽ അത് കറക്റ്റ് ആകണമെങ്കിൽ ഇതൂടെ പറയണം, അമേരിക്കൻ അസറ്റ് എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് വന്ന് ആക്രമിക്കുന്നതിനെ അല്ല പറയുന്നത്. നമ്മൾ അമേരിക്കൻ അസറ്റ്സ് ഗൾഫ് മേഖലയിൽ ഉടനീളമുണ്ട്. ജോർദാനിലുണ്ട്, ഒമാനിലുണ്ട്, ഖത്തറിലുണ്ട്, സൗദിയിലുണ്ട്, ഈ പറഞ്ഞ എല്ലാ ഏരിയകളിലും ഉണ്ട്. അപ്പം അവിടെ എവിടെയുമുള്ള അമേരിക്കൻ അസറ്റുകളിനകത്ത് നാശനഷ്ടങ്ങളോ ജീവഹാനിയോ വരുവാണെങ്കിൽ അത് അമേരിക്കക്കെതിരെയുള്ള ഒരു ഫൈറ്റ് ആയിട്ട് തന്നെ അമേരിക്കക്കാർ കരുതേണ്ടി വരും. അല്ല, അത് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ള കാര്യവും ട്രംപിന് അറിയാമല്ലോ. ഇറാനെ അമേരിക്ക ഇസ്രായേൽ സഖ്യം ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളെയാണ്. അതറിയാവുന്ന കാര്യമാണല്ലോ. തീർച്ചയായും മഞ്ജുഷ, അതിനും 2 ആൻസർ ഉണ്ട്. ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 200 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറാൻ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അയൽ രാജ്യങ്ങളിലോ മറ്റാരെങ്കിലും എടുത്തിട്ട് ഫൈറ്റ് പിടിച്ചിട്ടില്ല, വിച്ച് ഇസ് കറക്റ്റ്, ഫാക്ച്വലി കറക്റ്റ്. എന്നാൽ
ആ റീജിയനിൽ നടക്കുന്ന പല രാജ്യങ്ങൾക്കും ഈ സപ്ലൈ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹൂതീസ്, ഹെസ്ബുള്ളാസ്, ഹമാസ് ഇങ്ങനെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനുള്ള എല്ലാ സപ്പോർട്ടും വന്നുകൊണ്ടിരുന്നതും നമുക്ക് എല്ലാവർക്കും ഫാക്ച്വലി അറിയാം, അത് ഇറാനിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇറാൻ പ്രത്യക്ഷമായിട്ട് ഒരു ഫൈറ്റിലേക്ക് വരുന്നില്ല, എന്നാൽ അപ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് വേയിൽ കൂടെ ആ റീജിയനിലുള്ള ഒരു ഇൻസ്റ്റബിലിറ്റിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്. രണ്ടാമത്തേത്, അമേരിക്കയ്ക്ക് എപ്പോഴും ഏത് രാജ്യത്തിനാണെങ്കിലും സ്വന്തം ഡിഫൻസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അപ്പം അവർ പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് ഇതാണ്, അവർക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ബോംബ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അയൽ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ത്രെട്ടായിരിക്കും. ഓഫ് കോഴ്സ് ഇസ്രായേലിന് ഏറ്റവും വലിയ ത്രെട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ഇറാന്റെ ഐഡിയോളജി യോജിക്കാത്ത എല്ലാവർക്കും ഒരു ത്രെട്ടാണ്. കാരണം അവർ റെസ്പോൺസിബിളി ബിഹേവ് ചെയ്യാനൊരു പോസിബിലിറ്റി ഇല്ല. കാരണം അവർ ഡെമോക്രസി ഇല്ല. കാരണം 79 തൊട്ട് ഈ പറഞ്ഞ കഴിഞ്ഞ 40-45 വർഷമായിട്ട് ആ ഒരു കൈൻഡ് ഓഫ് സെയിം ലീഡർഷിപ്പിലാണ് വരുന്നത്. അപ്പൊ അതൊരു ഹ്യൂജ് റിസ്ക് ആണ്. ആയിക്കൂടാ എന്നുള്ള കൗണ്ടർ ആർഗ്യുമെന്റ് വരും. അപ്പൊ അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇപ്പൊ ട്രംപ് പറയുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളോട് വിയോജിക്കാനുള്ള റൈറ്റ് നമുക്കൂടെ ഉണ്ട്. വരുന്നു എന്നുള്ളതല്ല. ഫവാസ് അതിനോട് യോജിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വൈഡ് ഡിസ്കണ്ടന്റ് എന്നുള്ളത് നമുക്ക് അമേരിക്കയുടെ കോണ്ടക്സ്റ്റിൽ എത്രത്തോളം സജസ്റ്റീവ് ആണ് എന്ന് പറയുന്നതിൽ പ്രയാസമുണ്ട്. തീർച്ചയായും ഇതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒപ്പീനിയൻ ഡിഫറൻസസ് ആവാൻ തന്നെയാണ് സാധ്യത. അതല്ലാതെ ഒരു ടോട്ടൽ പിന്നെ അരക്ഷിതാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു ആഭ്യന്തരമായ സിറ്റുവേഷൻ എന്തായാലും അമേരിക്കയിൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഇറാന്റെ കാര്യം പറഞ്ഞു. അവിടെ ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്. ഏകാധിപത്യമായിരുന്നു, മതഭരണമായിരുന്നു. ഒരിക്കലും നമുക്ക് അതിനെക്കുറിച്ച് ഡിക്റ്റേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് യുഎസിന്റെ മിഡിൽ ഈസ്റ്റിലുള്ള ഇന്റർവെൻഷൻസ് എന്നൊന്നും പറയുന്നത് ഒരിക്കലും ഡെമോക്രസി റെസ്റ്റോർ ചെയ്യാൻ എന്നൊക്കെ ഉള്ളത് അവര് പുറമേക്ക് ഉപയോഗിക്കുന്ന വെറും റെട്ടോറിക്സ് മാത്രമാണ്. പലപ്പോഴും നമുക്കറിയാം, ഈവൻ മുല്ലപ്പൂ വിപ്ലവം നടന്ന സമയത്ത് ടുണീഷ്യ അടക്കമുള്ള 7ഓളം രാജ്യങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പൊ വളരെ റീസെന്റ് നടന്നിട്ടുള്ള പിന്നെ ഇപ്പൊ വെനിസ്വേലയിലെ കേസാണെങ്കിലും, അതുപോലെ അമേരിക്കയുടെ ഇമ്പീരിയൽ ഇൻട്രസ്റ്റസിനെ അതല്ലെങ്കിൽ കൊളോണിയൽ ഇൻട്രസ്റ്റസിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഇന്റർവെൻഷൻസിനെയാണ് പൊതുവെ നമ്മൾ ഡെമോക്രസി റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ള പേരിൽ പുറത്ത് അവതരിപ്പിക്കാറുള്ളത്. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭരണമാണ് നടക്കുന്നത് എന്ന് ആരും അഭിപ്രായപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ അവിടെ സംഭവിക്കേണ്ടത് അതത് രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്കാണ് അവരുടെ പിന്നെ അവരുടെ സംവിധാനങ്ങൾ നിശ്ചയിക്കുന്നതിലുള്ള ഒരു അധികാരം കിടക്കുന്നത്. അതല്ലെങ്കിൽ ഒരു സെൽഫ് എന്താ പറയാ, അവര് സ്വയം നിർണയാവകാശം അവരെ സംബന്ധിച്ച് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരിക്കലും പുറത്തു നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. പുറത്തു നിന്നുള്ള ഇന്റർവെൻഷൻസ് എല്ലാം തന്നെ നമുക്ക് ചരിത്രവും സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഈവൻ ഇറാനിലേക്ക് ഇപ്പൊ വരുന്ന സമയത്ത് ഇറാനിയൻ ജനത പോലും ഒരിക്കലും അമേരിക്കയുടെ ഈ ഒരു റെട്ടോറിക്കിന്റെ മുന്നിൽ വീഴില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്ന് മാത്രമല്ല, നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനിലെ ഇപ്പോഴത്തെ റെജീം ചേഞ്ച് ആണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ വളരെ റീസെന്റ് ആണ് യു എസിലേക്കുള്ള ഐ മീൻ യു എസ് അംബാസിഡർ ആയിട്ടുള്ള ഇസ്രായേലിലേക്കുള്ള യു എസ് അംബാസിഡർ ആയിട്ടുള്ള മൈക്ക് ഹക്കബി റീസെന്റ് ഈ ഒരു ഇസ്രായേലിന്റെ എക്സ്പാൻഷനെ കുറിച്ചുള്ള ഒരു പിന്നെ പ്രോജക്റ്റിന് അദ്ദേഹം അനുമതി നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രോജക്റ്റിന് അമേരിക്ക പിന്തുണ കൊടുക്കും എന്ന് വളരെ റീസെന്റ് ആയിട്ട് ടക്കർ കാൾസണുമായി നടത്തുന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തേക്കാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഈ ഒരു അറ്റാക്ക് എല്ലാം സംഭവിക്കുന്നത്. അത് സജസ്റ്റ് ചെയ്യുന്നത് സിറിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് തുടർന്ന് കയറാനും അതുപോലെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന്, അത് നമ്മൾ മുൻപ് പറയുന്നത് പോലെ ഒരു സയനിസ്റ്റ് പ്രോജക്റ്റിനെ എങ്ങനെയാണ് പിന്നെ ഒരു ഇവാഞ്ചലിക് സപ്പോർട്ട് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള പഠനങ്ങൾ ഒരുപാടുണ്ട്. അത്തരം ഒരു പ്രോഫസിയിലും ഒരു പിന്നെ എസ്കറ്റോളജി ഒക്കെ ബേസ് ആയിട്ടുള്ള ഒരുപാട് അണ്ടർപിന്നിങ്സ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് റീസെന്റ് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. രഘുനാഥ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അലി റസ അറാഫിയെയും വധിച്ചിരിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അതായത് ഖമനിയുടെ താൽക്കാലിക പിന്തുടർച്ചാവകാശി എന്ന രീതിയിലാണല്ലോ വരുന്നത്. താൽക്കാലിക ആത്മീയ നേതാവ് എന്ന് പറയാം അദ്ദേഹത്തെ, അലി റസ. പക്ഷേ അദ്ദേഹത്തെയും വധിച്ചു എന്നാണ് ഇസ്രായേൽ അമേരിക്ക അവകാശവാദം. അപ്പോൾ ആര് പിൻഗാമിയായി വന്നാലും അവരെ വെറുതെ വിടില്ല എന്ന് തന്നെയാണല്ലോ. ഇത് തന്നെയാണല്ലോ റെജീം ചേഞ്ച് എന്നും പറയുന്നത്.
മഞ്ജുഷ, ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് അറിയാവുന്നതുകൊണ്ടാണ് ഖംനെയി ഇമ്മീഡിയറ്റ് സക്സസർ ആരാണെന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. ഇനി അയാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്തതായിരിക്കും, അതിന് ശേഷം അടുത്ത ആരായിരിക്കും എന്നുള്ളതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ടോപ്പ് മിലിറ്ററി ലീഡർഷിപ്പിലും ആരൊക്കെയായിരിക്കണം വൺ ആഫ്റ്റർ അനദർ, ആരൊക്കെയായിരിക്കും അധികാരികൾ എന്നുള്ളതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് ഇവരുടെ അജണ്ടയിലാണ്. എന്നാലേ ഇവരുടെ വരിക്ക് വരുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും റിജീം ചേഞ്ച് നടന്നേ പറ്റുള്ളൂ. നടക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. അതുവരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ വേറെ പ്രശ്നം വരാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻറ്റയർ ഹൈറാർക്കിയിലുള്ള ആളുകൾക്ക് വരെ ഞാൻ കൊല്ലപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് അവർ കൊല്ലപ്പെടുമെന്നുള്ളത് തീർച്ചയായതുകൊണ്ട് തന്നെ അവരുടെ സകല റിസോഴ്സസും അവർ അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കും. പക്ഷെ ഇവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ ഇവർ ആക്രമിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. സൗദി അറേബ്യയിലോ ഒമാനിലോ UAE-യിലോ ഖത്തറിലോ ഒക്കെ അമേരിക്കയുടെ ബേസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇറാൻ ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്, ഞങ്ങളുടെ കൺട്രിയിൽ വേറെ എവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു അവിടേക്ക് ഞങ്ങൾ ആക്രമിക്കുന്ന പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ, യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാതെ കാണിച്ച അങ്ങേയറ്റത്തെ ഒരു മണ്ടത്തരമാണ്. അത് ഇവരുടെ ഈ ഷിയ സുന്നി പ്രശ്നങ്ങളുടെ കാരണം കൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് മുതലെടുത്താണോ എന്നും അറിയില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാന് രണ്ടുപേരുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇറാന് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വരെ തയ്യാറായിട്ട് ആ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് ഇറാനെയും അമേരിക്കയും കൊണ്ടുവന്ന ഒമാനെ പോലും ആക്രമിക്കുക എന്ന് പറയുന്നത് അവർ കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ്. ഇറാനിയൻസ് എന്ന് പറയുന്നത് പൊതുവെ അത്ര കുഴപ്പക്കാരൊന്നുമല്ല, നല്ല ആൾക്കാരാണ്. നമുക്കറിയാം പേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ അവർ വളരെ സമാധാനമായിട്ട് കച്ചവടമൊക്കെ നടത്തി അവരുടെ കാര്യം നോക്കി ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ്. പക്ഷേ ഈ അയത്തുള്ള ഖൊമേനിയുടെ ഒരു റെജീം 79-ൽ വന്നതിന് ശേഷമാണ് ഇവർ മറ്റുള്ളവരുടെ പടലേക്ക് കയറാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇപ്പോൾ ഒരു റെജീം ചേഞ്ചിനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ റെജീം ചേഞ്ച് വരട്ടെ, ലോകത്തിലെ സമാധാനം വരട്ടെ, അതിനെന്താ കുഴപ്പം? ഇപ്പം നമ്മൾ ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്ന സമയത്ത് ഇത് അനുഭവിച്ചിട്ടില്ല. ഇപ്പം ഒരുപക്ഷെ ഇസ്രായേലിലും ഒക്കെ ഉള്ള ആളുകൾക്കറിയാം, സൗദി അറേബ്യയിലുള്ള ആളുകൾക്കറിയാലോ. കാരണം ഹൗത്തികൾ ഇറാന്റെ പ്രോക്സിയാണ്. അവർ ചാൻസ് കിട്ടുമ്പോൾ സൗദി അറേബ്യനെ ആക്രമിക്കുന്നു. അങ്ങനെ ഇറാന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള ആളുകളെ എല്ലാം എപ്പോഴും ഓൺ ദ ടോസ് ഇങ്ങനെ നിർത്തുക, ബിസിയാക്കി വെക്കുക, എൻഗേജ് ചെയ്ത് വെക്കുക. എന്ത് കാരണം കൊണ്ടാണ്? ഇവര് ഇറാന്റെ ഈ ഒരു ആക്ഷൻ കാരണം ലോകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇന്റർനാഷണൽ സീ റൂട്ടുകൾ കംപ്ലീറ്റ് ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. എപ്പോഴും അവിടെ ഇവിടെയെല്ലാം ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ. ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരുപാട് ഭാഗത്തുകൾ മര്യാദയ്ക്ക് ട്രേഡ് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ചുറ്റി വളഞ്ഞിട്ട് കപ്പലുകൾ പോകേണ്ട ഗതികേട് വരെയുണ്ട്. ഇത് ഇന്റർനാഷണൽ ട്രേഡിനെ ബാധിക്കുന്നുണ്ട്, എക്സ്പെൻസിനെ ബാധിക്കുന്നുണ്ട്, സാധനങ്ങളുടെ കോസ്റ്റിനെ ബാധിക്കുന്നുണ്ട്, എല്ലാ കാര്യം കൊണ്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പരിപാടി നിർത്തുക എന്നുള്ളത് ലോക സമാധാനത്തിന്റെ ആവശ്യമാണത്. ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് മാത്രമല്ല ലോകക്രമം തന്നെ തെറ്റിയിരിക്കുകയാണല്ലോ ഡോക്ടർ ജി ഗോപകുമാർ. ഇത് എപ്പോൾ ഇത് പഴയപടിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യോമഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ്. മൊത്തത്തിലുള്ള സാമ്പത്തിക മേഖലയുടെ തകർച്ചയിലേക്ക് പോകുന്നു. സ്വർണ്ണവിലയിൽ ഇത് സംഭവിക്കുന്നു, എണ്ണവിലയിൽ സംഭവിക്കുന്നു. അപ്പോൾ ഈ ഗൾഫിലെ ലോകക്രമം, ഗൾഫിലെ ദൈനംദിന ജീവിതം മാത്രമല്ല ആഗോള ലോകക്രമത്തിൽ തന്നെ മാറ്റമുണ്ടായിരിക്കുകയാണ്. നിശ്ചയമായിട്ടും അത് തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ജനാധിപത്യത്തിൻ്റെ പ്രോജക്റ്റിന് വേണ്ടിയൊന്നുമല്ല ഈ യുദ്ധം ചെയ്യുന്നത്. അതീശത്വം, പ്രത്യേകിച്ച് എണ്ണയുടെയും മറ്റ് എനർജി മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൺട്രോളിന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിളും ഇസ്രയേലിൻ്റെ നിലനിൽപ്പിൻ്റെയും കൂടിയുള്ള കാര്യമാണ് ഇതിനകത്ത് അമേരിക്കയും ഇസ്രയേലിനെയും ഒരുപോലെ ചൊടിപ്പിച്ച് ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇറാൻ ജനാധിപത്യ രാജ്യവുമല്ല, ഇറാനകത്തുള്ള മതപുരോഹിത്വവും അവിടെയുള്ള കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു രാജ്യമായിട്ടാണ് തുടരുന്നത്. താങ്കൾ ചൂണ്ടിക്കാണിച്ച ലോകക്രമത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അത് ഏറ്റവും ഈ സമയത്ത് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ഐക്യരാഷ്ട്രസഭ അതിൻ്റെ 81ാം വാർഷികത്തിലേക്ക് കടന്നെത്തുമ്പോൾ യാതൊരു രാഷ്ട്രീയ ശക്തിയുമില്ല, അതിനെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നേതൃത്വമില്ല. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറിയും ബാക്കി ആൾക്കാരും വിചാരിച്ച ലോകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പല കാര്യങ്ങൾക്ക് പിൻവാങ്ങി, IMF-ൽ നിന്ന് പിൻവാങ്ങി, പല കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങി, ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് പിന്മാറി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ലോകക്രമം ഒരു ഓർഡർലി അല്ല,
വളരെ ഡിസോർഡർലി ആയിട്ടുള്ള സാഹചര്യമാണ് അന്തർദേശീയ രംഗത്തുള്ളത്. അപ്പോൾ ഒരു റൂൾ ബേസ്ഡ് ഇൻ്റർനാഷണൽ ഓർഡർ എന്നൊക്കെ പറയാമെങ്കിലും ആ റൂൾസും അന്തർദേശീയ നിയമങ്ങളും ഒന്നും പ്രാവർത്തികമാകാത്ത ഒരു പശ്ചാത്തലത്തിൽ ട്രംപ് തന്നെ മറ്റൊരു ഐക്യരാഷ്ട്രസഭയ്ക്ക് സമാനമായ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അതിൻ്റെ തലവനായിട്ട് അദ്ദേഹം തന്നെ സ്വയം വന്ന് അവരോധിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിനെ ഒരു മധ്യസ്ഥ വഹിക്കാൻ ആരുമില്ല എന്ന് മാത്രമല്ല, ഈ തരത്തിൽ ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയാൽ കയ്യൂക്കുള്ളവന് കാര്യക്കാരനാകുന്നൊരു പശ്ചാത്തലം അത് നേരത്തെ ആയിക്കഴിഞ്ഞു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു അമ്പയർ ഉണ്ടായിരുന്നു വിസിലടിക്കാനെങ്കിലും അതിന് പോലും സാഹചര്യമില്ല. UN ഐക്യരാഷ്ട്രസഭ ദുർബലമായൊരു സാഹചര്യമാണ്. അപ്പോൾ അന്താരാഷ്ട്ര ലോകക്രമത്തിൽ പറഞ്ഞാൽ രണ്ടാം മഹാലോക യുദ്ധത്തിന് ശേഷം ഇത്രയും മോശപ്പെട്ടൊരവസ്ഥ ഒരു കാലത്തും വന്നിട്ടില്ല. ശീതസമരത്തിൻ്റെ കാലത്തിലാകട്ടെ, പിന്നീട് വന്ന ഏകധ്രുവ ലോകത്തിൻ്റെ കാലത്തിലാകട്ടെ, 2008 ശേഷം ഒരു മൾട്ടിലാറ്ററൽ വേൾഡിലേക്ക് കുറച്ച് മൂവ് ചെയ്ത ഒരു സാഹചര്യത്തിലാകട്ടെ, അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത് നിയന്ത്രിക്കാൻ പറ്റും, അതിനോട് നിയമത്തോട് വിധേയത്വം കാണിക്കുന്ന രാജ്യങ്ങളുണ്ടാകുമെന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കാണുന്നില്ല എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഏറ്റവും വൾണറബിളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ഇറാൻ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിച്ചതാണ്. 6 ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചത് വഴി ഇറാൻ തന്നെ അവരുടെ ശത്രുക്കളായി മാറുകയാണ്. അമേരിക്കയുടെ നാവികത്താവളമൊക്കെ വന്നിട്ട് എത്ര കാലമായി? 19 വർഷമായിട്ട് അമേരിക്കയുടെ നാവികത്താവളം ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അന്നൊന്നുമില്ലാത്തൊരു പ്രൊവക്കേഷൻ ഇപ്പോഴെങ്ങനെ വന്നു? അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ ആത്മഹത്യാപരമായൊരു നടപടിയിലേക്ക് പോകുന്നു. മറുവശത്ത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഈ യുദ്ധം എങ്ങനെ കൊണ്ട് നിർത്തണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ച തീവ്രവാദ സംഘടനകൾ ഹൂതികളും ഹമാസും ഹെസ്ബുള്ളയൊക്കെ ഉള്ള സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവിടുത്തെ എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അധീശത്വത്തിൻ്റെ മത്സരത്തിൽ ഇവിടെ ഒരു ബാലൻസ് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വാസ്തവത്തിൽ അന്താരാഷ്ട്ര ലോകക്രമത്തെക്കുറിച്ച് വളരെ ഉത്കണ്ഠയോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ശരി, ശ്രീ ധനേഷ് മുരളി, ഇന്ന് വൈകിട്ട് എന്തെങ്കിലും പുതിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ബഹ്റൈനിൽ? അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചെറിയൊരു ഏരിയയാണ്, അതുകൊണ്ട് തന്നെ എവിടെ എന്ത് ആക്രമണം ഉണ്ടായാലും ഉടൻ തന്നെ അറിയാൻ പറ്റുമല്ലോ. അതെ അതെ, ഇന്ന് രാവിലെ 9 മണിക്ക്, ഇവിടുത്തെ സമയം 9 മണിക്കാണ് അവസാനമായിട്ട് മിസൈലിൽ താഴെ പതിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു 2-3 മണിക്കൂർ മുമ്പ് വരെ മിസൈലുകൾ വരുന്നുണ്ട്. പക്ഷെ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളത് ബാധിക്കാത്തതുകൊണ്ട് നമ്മളൊരു സേഫ് സോണിലാണെന്ന് കരുതി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ ഇത് സത്യത്തിൽ ഇതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ സംഭവിക്കുന്നത് മാത്രമല്ലല്ലോ. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിത് തുടരേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇതിന്റെ ജോലി എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ. ഇപ്പൊ പല ആളുകളും റൂമിൽ ഇരിക്കുകയാണ്, ഇന്ന് ഇതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ യുദ്ധം കുറച്ചു നാളത്തേക്ക് മുമ്പോട്ട് പോയല്ലോ. നേരത്തെ തന്നെ ഗൾഫ് മേഖലയിൽ പല മേഖലയിലും സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. എനിക്കറിയാവുന്ന പല എത്രയോ ആളുകൾക്ക് സാലറി കൃത്യമായിട്ട് ലഭിക്കുന്നില്ല, ജോലി നഷ്ടപ്പെടുന്നു. ഈവൻ AI വരവോടുകൂടി അല്ലെങ്കിൽ പല രീതിയിലുള്ള റോബോട്ടിക്കിന്റെ ഒക്കെ വരവോടുകൂടി തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാരെ സംബന്ധിച്ച് സ്കിൽഡ് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചുണ്ട്. നമുക്കറിയാം ഈ 35 ലക്ഷം വരുന്ന മലയാളി സമൂഹം ഗൾഫിലുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു 20 മുതൽ 30% വരെ അൺസ്കിൽഡ് ലേബേഴ്സ് കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നാളെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ കേരളവും കൂടി നേരിടാൻ പോകുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. കാരണം 50% റെമിറ്റൻസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഗൾഫ് മണ്ണിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ ആ ഒരു പ്രതിസന്ധി കേരളം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ കേരളത്തെയും ഇന്ത്യയിലും ഒക്കെ ബാധിക്കാൻ പോകുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടി ഇതിലേക്ക് വരും. കൂടാതെ നമ്മുടെ നാട്ടിലുള്ളവർ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പല മാധ്യമങ്ങളിലും, ഇന്നലെയും പറഞ്ഞു ന്യൂസ് 18ലും ഒരു വിഭിന്നമായ അഭിപ്രായം എനിക്കുണ്ട്. ന്യൂസ് 18ൽ അങ്ങനെയുള്ള വാർത്തകൾ വരുന്നില്ല. പക്ഷെ ചില മാധ്യമങ്ങൾ മനഃപൂർവ്വമെങ്കിലും ഒരു പക്ഷേ വ്യൂസിന് കിട്ടാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഹെഡിങ്ങുകൾ കൊടുത്തുകൊണ്ട് നാട്ടിലുള്ളവരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞു, ക്രൗൺ പ്ലാസ ബഹറിൽ ആക്രമിക്കപ്പെട്ടു, പല മലയാളികളും ആശങ്കയിൽ എന്നുള്ള വാർത്ത സ്ഥിരമായി റേറ്റിംഗിൽ 1ാം സ്ഥാനം അവകാശപ്പെടുന്നത് ചാനൽ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രൗൺ പ്ലാസ ആക്രമിച്ചിട്ട് 8 മണിക്കൂറായിട്ടും അവർ ആ ഹെഡിങ് മാറ്റാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ നാട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മകനെ അല്ലെങ്കിൽ മകളെ അല്ലെങ്കിൽ അച്ഛനെ ഓർത്ത് വിഷമിക്കുന്നു എന്നുള്ള കാര്യം ഇവർ പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അക്രമം തുടർന്നാൽ അത് ജോലിയെ ബാധിക്കും, സാമ്പത്തിക ബാധിക്കും, നാട്ടിലേക്കുള്ള റെമിറ്റൻസിൽ പ്രശ്നം ഉണ്ടാവും, ഇൻഫ്ലേഷൻ കൂടുന്നു, അങ്ങനെ പല രീതിയിലും രൂപയുടെ മൂല്യം കുറയുന്നു തുടങ്ങിയ പല മേഖലയിലും ഈ പ്രശ്നം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരിയാണ്, മിസൈലുകളെ തടുത്തിടാനായിട്ട് അവിടുത്തെ സാങ്കേതിക വിദ്യക്ക് കഴിയും. പക്ഷേ ഇത് ദിവസങ്ങൾ നീണ്ടു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക മേഖലയെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ശ്രീ ഗോപകുമാർ നമ്മൾ ഇതിനെ ലോകക്രമം എന്നൊക്കെ പറഞ്ഞ് താത്വികമായിട്ട് പറയുന്നത്, അല്ലേ? അത് സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയേണ്ടി വരും. വളരെ
വളരെയധികം. കാരണം ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ പ്രസക്തമുള്ളതാണ്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. കേരളത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം സേവന മേഖലയിലും മാനുഫാക്ചറിംഗ് രംഗത്ത് ഉൾപ്പെടെ സ്കിൽഡ് മേഖല ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാളികൾ എത്രയോ കാലം 1970 ശേഷം എത്ര തലമുറയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഗൾഫിൻ്റെ ആ ഒരു സാമ്പത്തിക സഹായം ഇല്ലെങ്കിൽ കേരളം നിലനിൽക്കില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക നിലനിൽപ്പിന് അവതാളത്തിലാകും. കാരണം ഇവിടെ ഒന്നുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതോടൊപ്പം നാണയപ്പെരുപ്പം, പിന്നെ പട്ടിണി, തൊഴിലില്ലായ്മ, ഇതെല്ലാം വരുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നം വളരെ വലുതാണ്. കാരണം GDP-യുടെ 35% ഗൾഫ് എക്കോണമിയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് കേരളത്തെക്കുറിച്ച്. അപ്പോൾ ലോകക്രമത്തോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക ക്രമവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: യുദ്ധം നീളാൻ കാരണക്കാർ ഇറാനോ? ഇറാനാണെന്ന് 39% പ്രേക്ഷകർ, ഇറാൻ അല്ലെന്ന് 56%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.